കേരള സർവകലാശാലയിലേക്കാണ്. അവിടെ സെനറ്റ് യോഗത്തിൽ മന്ത്രി ആർ ബിന്ദുവും വൈസ് ചാൻസലറും നേർക്കുനേർ. സ്ഥിരം വിസിയെ തെരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ നിശ്ചയിക്കാനാണ് ഇന്ന് യോഗം ചേർന്നത്. മന്ത്രിയാണ് യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, സർവകലാശാല ബില്ല് അല്ലെങ്കിൽ ഈ സെർച്ച് കമ്മിറ്റിയുടെ ഘടന തന്നെ മാറ്റുന്ന ആ ബില്ല് ഇപ്പോൾ നിയമസഭയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ്. അതിലൊരു തീരുമാനമായതിനു ശേഷം മതി മാറ്റങ്ങൾ എന്നാണോ ഇടതംഗങ്ങൾ പറയുന്നത്? സെർച്ച് കമ്മിറ്റിയിലേക്ക് സ്ഥിരം പ്രതിനിധിയെ അയക്കേണ്ട എന്നുള്ളൊരു പ്രമേയം ഈ സെനറ്റ് യോഗത്തിൽ ഇടത് പ്രതിനിധികൾ അവതരിപ്പിച്ചു. അതിനെതിരെയാണ് വലിയ തോതിലുള്ള തർക്കവും ബഹളവും സെനറ്റ് യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ യോഗം തുടങ്ങും മുൻപ് തന്നെ ഗവർണർ നോമിനേറ്റ് ചെയ്ത ആളുകളുണ്ട്, അവരെ തടയും എന്നുള്ളൊരു പ്രഖ്യാപനം നേരത്തെ തന്നെ ഇടതുപക്ഷ സംഘടനകൾ നടത്തിയിരുന്നു. SFI പ്രവർത്തകരടക്കം നേരത്തെ ഇവിടെ വരികയും ചെയ്തു. പക്ഷേ യോഗം തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ സെനറ്റ് ഹാളിലേക്ക് ഈ ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ കടക്കുകയും ഈ പുറത്ത് ഒരു സംഘർഷം ഉണ്ടാകുന്ന അവസ്ഥ ഒഴിവാക്കുകയും ചെയ്തു. പക്ഷേ സെനറ്റ് യോഗത്തിൽ വലിയ തോതിലുള്ള തർക്കമാണ് ഉണ്ടായത്. അപ്രതീക്ഷിതമായി മന്ത്രി ആർ ബിന്ദു യോഗത്തിലേക്ക് എത്തി. വൈസ് ചാൻസലർ ആയതിനാൽ തന്നെ മന്ത്രി എത്തിയാൽ മന്ത്രിയാണ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത്. പക്ഷേ യോഗം വിളിച്ചത് താനാണെന്നും താൻ അധ്യക്ഷത വഹിക്കുമെന്നൊരു വിവരം ഈ യോഗത്തിൽ വൈസ് ചാൻസലർ മോഹൻ കുന്നുമേൽ പറഞ്ഞു. അതോടുകൂടിയാണ് തർക്കം തുടങ്ങിയത്. ഭൂരിപക്ഷം ഇടത് പ്രതിനിധികളാണ് സെനറ്റിലുള്ളത്. അതിനാൽ തന്നെ മോഹൻ കുന്നുമേലിന്റെ വാദം അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. വലിയ തോതിലുള്ള ബഹളത്തിന് ശേഷം എന്തായാലും ഒരു പ്രമേയം ഇടത് പ്രതിനിധികൾ തന്നെ അവതരിപ്പിക്കുകയാണ് ഉണ്ടായത്. സെർച്ച് കമ്മിറ്റിയിലെ ഘടന മാറ്റുന്ന വിഷയമടക്കം സഭയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. അതിനാൽ തന്നെ നിലവിൽ ഒരു പ്രതിനിധിയെ സെർച്ച് കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ളതായിരുന്നു പ്രമേയം. ആ പ്രമേയം പാസ്സായി എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. പക്ഷേ പ്രമേയം പാസ്സായിട്ടില്ല എന്ന് BC പറയുന്നു. ഇനി അതിന്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പ്രതിനിധികൾ എന്തായാലും ഈ വലിയ ബഹളത്തെ തുടർന്ന് യോഗം അല്പസമയങ്ങൾക്ക് മുൻപ് യോഗം പിരിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിനിധികൾ അല്പസമയത്തിനകം തന്നെ താഴേക്ക് ഇറങ്ങി വരും. അതിനുശേഷം അവരുടെ പ്രതികരണം ഉണ്ടാകും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മന്ത്രിയുടെ അടക്കം പ്രതികരണം നമ്മൾ തേടും. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളെ വെക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ തർക്കമാണ്. സമീപകാലത്തൊന്നും കേരള യൂണിവേഴ്സിറ്റി സെനറ്റിൽ ഉണ്ടാവാത്ത വിധത്തിലുള്ള തർക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.